ദിലീപിൻ്റെ കേസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാതെ പോകരുത്. 8-ാം തീയതി ദിലീപ് കേസിന് വിധിയാണ്. ഏതായാലും ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ദിലീപ് അറിഞ്ഞു കളിക്കുകയാണ് എന്നത് വേണം തന്നെ പറയാൻ. കാരണം ദിലീപിൻ്റെ സിനിമയായ ബബ്ബബ്ബ ഡിസംബർ 18-ന് റിലീസ് ഒരുങ്ങുകയാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ റിലീസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിധിയും റിലീസും എങ്ങനെയായിരിക്കും ഇതിനെ ബാധിക്കുക എന്നതാണ് എല്ലാ പ്രേക്ഷകരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം വർഷങ്ങൾ, ഏകദേശം 8 വർഷത്തോളമായി കാത്തിരുന്ന ഒരു വിധിയാണ് ഡിസംബർ 8-ാം തീയതി വരാൻ പോകുന്നത്. ബബ്ബബ്ബ ആവട്ടെ ദിലീപിൻ്റെ സിനിമാ ജീവിതത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു സിനിമയും കൂടിയായിട്ട് മാറുകയാണ്. പറയാൻ വരുന്നത് മറ്റൊന്നുമല്ല, ദിലീപ് അറിഞ്ഞു കളിക്കുകയാണ്. ദിലീപിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ്. അതായത് ബബ്ബബ്ബ എന്ന ദിലീപ് ചിത്രം ഡിസംബർ 18-ാം തീയതി റിലീസിനിരിക്കെ ചിത്രത്തിൻ്റെ ട്രെയിലർ ഡിസംബർ 8-ാം തീയതി പുറത്തിറക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഈ ഡിസംബർ 8-ാം തീയതി ഈ ട്രെയിലർ വരുന്നു എന്നത് നിങ്ങൾ വെറുതെ ഒരു ഡേറ്റ് ആയിട്ട് കാണരുത്. അന്നാണ് 8 വർഷത്തോളമായി ദിലീപ് പിന്നാലെ നടക്കുന്ന ഈ കേസിൻ്റെ വിധിയും വരുന്നത്. അന്ന് തന്നെയാണ് ബബ്ബബ്ബയുടെ ട്രെയിലറും പുറത്തു വരുന്നത്. അതായത് ഒരു സിനിമാറ്റിക് എൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ മാറുന്നതെന്ന് ആലോചിക്കുകയെ വേറൊന്നുമില്ല. അതായത് ദിലീപ് ഹൈലി കോൺഫിഡൻ്റ് ആണ്, ബബ്ബബ്ബ ടീമും ഹൈലി കോൺഫിഡൻ്റ് ആണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണയായി ഒരു കേസ് അതീവ നിർണായകമായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള അലിഗേഷൻസ് ദിലീപിന് നേരെ നിൽക്കുമ്പോൾ, ദിലീപ് അകത്താകാനുള്ള എല്ലാ സാധ്യതയും മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ബബ്ബബ്ബ എന്ന സിനിമയുടെ ടീം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ഡിസംബർ 8-ാം തീയതി പുറത്തു വിടാം എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഒഫീഷ്യലായിട്ട് ഡിസംബർ 8-ാം തീയതി അവർ ട്രെയിലർ റിലീസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പോലും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡിസംബർ 8-ാം തീയതി തന്നെ ട്രെയിലർ പുറത്ത് വരും എന്നതിനെ സൂചിപ്പിച്ചതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നടക്കുന്നത്. വിധി വരുന്ന നാൾ തന്നെ ദിലീപിൻ്റെ പടത്തിൻ്റെ ട്രെയിലർ, ഒരു ഹൈ വോൾട്ടേജ് മാസ് എൻ്റർടൈനർ ട്രെയിലർ തന്നെ പുറത്തിറക്കാനുള്ള സാധ്യത തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ. ഇനി അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അതായത് വിധി വരുന്ന നാൾ ദിലീപിന് വിധി അനുകൂലമാവുകയും ബബ്ബബ്ബയുടെ ട്രെയിലർ പ്രേക്ഷകർ സ്വീകരിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഹൈപ്പ് അതിഭീകരം തന്നെയാണ്. നമ്മൾ പറഞ്ഞ അവിടെ ഒന്നും നിൽക്കത്തില്ല. അത്രയധികം ഭീകരമായ ഹൈപ്പിലേക്ക് ഈ ചിത്രത്തിൻ്റെ വർക്കങ്ങ് പോകും. കാരണം പിന്നീട് അങ്ങോട്ടുള്ള 10 ദിവസം ആഘോഷിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തമാക്കി തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നതെന്ന് വേണം തന്നെ പറയാൻ. എന്നാൽ വിധി പ്രതികൂലമാവുകയാണെങ്കിൽ, ദിലീപ് അകത്താവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണെങ്കിൽ ബബ്ബബ്ബയല്ല, ദിലീപിന് ഒരു സിനിമയും രക്ഷിക്കാൻ സാധിക്കില്ല എന്നതിനേക്കാൾ ഉപരി ദിലീപിൻ്റെ സിനിമാ കരിയർ അവസാനിച്ചു എന്നത് വേണം തന്നെ പറയാൻ. തീർന്നു. ദിലീപിന് ഇനി പിന്നെ സിനിമയും നോക്കണ്ട, സിനിമാക്കാരെയും നോക്കണ്ട, ആരും കൂടെ നിൽക്കില്ല. ദിലീപ് കഴിഞ്ഞു. ദിലീപിന് ഇനി അങ്ങ് ജയിലിൽ തുടരാം എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അതിനുശേഷം ഇനി ഹൈക്കോടതി പോയാലും സുപ്രീം കോടതി പോയാലും ശരി, അഡീഷണൽ സെഷൻസ് കോടതി ദിലീപ് കുറ്റക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്നത് വേണം തന്നെ പറയാൻ. എന്നാൽ ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം, മൊത്തത്തിലുള്ള കോൺഫിഡൻസിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു നോക്കുകയാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരെന്ന് വേണം തന്നെ പറയാൻ. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് എന്നത് വേണം സൂചിപ്പിക്കുകയും ചെയ്യാൻ എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ വളരെ കോൺഫിഡൻ്റായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ചർച്ചകൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ വലിയൊരു ട്വിസ്റ്റാണ് സംഭവിക്കാൻ ഒരുങ്ങുന്നത്, അണിയറയിൽ ഒരുങ്ങുന്നത് വലിയ ട്വിസ്റ്റ് തന്നെയാണ് എന്നതും കൂടി സൂചിപ്പിക്കേണ്ടി വരും. അത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ ട്വിസ്റ്റ് ഈ കേസിൻ്റെ അവസാനത്തെ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ. അവസാനത്തെ ദിവസങ്ങളിലാണ്, ഇനി എണ്ണിപ്പറഞ്ഞാൽ 10 ദിവസങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഉള്ളത്. ഏകദേശം 8 വർഷത്തോളമായി മലയാളി പ്രേക്ഷകർ ഉറ്റുനോക്കുകയാണ്. എന്താണ് ഈ കേസിൻ്റെ വിധി, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എത്ര നാളുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു, നീണ്ട നാളുടെ വിചാരണകൾ, സാക്ഷികൾ, എത്രയോ നാൾ വഴികൾ, എത്രയോ മൊഴിമാറ്റങ്ങൾ ഈ കേരള സമൂഹം കണ്ടതാണ്. എത്രയോ പുതിയ തെളിവുകൾ, പുതിയ തെളിവ് ശേഖരണങ്ങൾ, പുതിയ വ്യാജ തെളിവുകൾ എത്ര കണ്ടതാണ്. അങ്ങനെ എല്ലാം രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു വലിയ ട്വിസ്റ്റ് കൂടി അണിയറയിൽ ഒരുങ്ങുന്നത്. സിനിമയുടെ ടീം കൃത്യമായി അതനുസരിച്ച് കളിക്കാൻ കൂടി ഒരുങ്ങുകയാണെന്ന് വേണം അറിയാൻ. പക്ഷേ ഈ കേസിൻ്റെ വിധി 8-ാം തീയതി വരുന്നു എന്നത് പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് കൊണ്ടോ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഇവർ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ ടോക്സ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പല സിനിമകളും റിലീസ് ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ദിലീപിൻ്റെ ഈ സിനിമ ഡിസംബർ 18-ാം തീയതി തന്നെ റിലീസിനെത്തും എന്നുള്ളത് അവർ ഔദ്യോഗികമാക്കി കഴിഞ്ഞിരിക്കുന്നു. മുമ്പും ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് മുന്നേയും ഡിസംബർ 18 തന്നെയായിരുന്നു. ഈ കേസിൻ്റെ വിധി ഡിസംബർ 8-ന് വരുമെന്നുള്ളത് ഒരാഴ്ച മുമ്പാണ്
തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അവർ ആ റിലീസ് ഡേറ്റ് മാറ്റാൻ ഒരുങ്ങുന്നില്ല എന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഈ ടീം വളരെ കോൺഫിഡൻ്റ് ആണ്. സിനിമയുടെ ടീം അവരുടെ പ്രോഡക്റ്റിൽ വളരെയധികം കോൺഫിഡൻ്റ് ആണ് എന്നത് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ ഒരു വലിയ താരനിര തന്നെയാണ് ഈ സിനിമയിൽ അണിനിരക്കുകയും ചെയ്യുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിൻ്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ സിനിമ, ഏകദേശം എനിക്ക് തോന്നുന്നു 2017 രാമലീല എത്രമാത്രമാണോ ദിലീപിന് നിർണായകമായത്, അതേപോലെ അതേ നാണയത്തിൽ അതേ നൂലിൽ ചേർക്കാൻ കഴിയുന്ന വേറൊരു സിനിമയുണ്ടെങ്കിൽ അത് ബബ്ബ തന്നെയാണ്. ഇത് സംവിധാനം ചെയ്യുന്ന നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്, അതിൽ തർക്കമില്ല. കേസ് അനുകൂലമാവട്ടെ പ്രതികൂലമാവട്ടെ, ഈ സിനിമ ദിലീപിൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സിനിമ തന്നെയായിരിക്കും. അത് ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ അടിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ക്രിസ്മസ് റിലീസായിട്ട് ഈ സിനിമ ഒരുങ്ങുകയും ചെയ്തത്. പക്ഷേ ഈ സിനിമയുടെ ട്രെയിലർ ഡിസംബർ 8-ാം തീയതി വിധി വരുന്ന നാളാണ് വരുന്നതെങ്കിൽ വരാൻ പോകുന്നത് ഒരു വലിയ ആൻറ്റി ക്ലൈമാക്സ് ആണ്, ഒരു വലിയ സിനിമാറ്റിക് എൻഡ് തന്നെയാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നതും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, ഒരു വലിയ നിർണായകമായ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നു. ദിലീപ് അറിഞ്ഞു തന്നെ കളിക്കാൻ ഒരുങ്ങുകയാണ്. ദിലീപ് ടീമും ബബ്ബ ടീമും അണിയറയിൽ ഒരുങ്ങുന്നത് കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ്. കൃത്യമായി കളികൾ കളിക്കാൻ വേണ്ടി തന്നെയാണ് അവർ അണിയറയിൽ ഒരുങ്ങുന്നത് എന്നതും കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ ട്രെയിലർ. ഡിസംബർ 8-ന് തന്നെ പുറത്തിറക്കാനുള്ള തീരുമാനത്തിലേക്ക് അണിയറ പ്രവർത്തകർ മാറാനുള്ള കാരണമുണ്ടെങ്കിൽ അത് അറിഞ്ഞു കളിക്കാൻ വേണ്ടി തന്നെയാണ് എന്നത് നിസ്സംശയം പറയാം.